കൈരളി ടിവിയുടെ ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സൗഭാഗ്യത്തിന്റെ വർണ്ണച്ചിറകിലേറി സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ പച്ചക്കുതിര ഇതാ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഉമാമഹേശ്വരനും ലക്ഷ്മിയുമാണ് എന്നോടൊപ്പം ഈ മത്സരപഥത്തിലുണ്ടായിരുന്നത്. മത്സരം തുടരാനായി ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ഉമാമഹേശ്വരൻ ആൻഡ് ലക്ഷ്മി. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഗോൾഡ് സൂക്ക്, ദുബായ് ഗോൾഡ് സൂക്ക് 8000 രൂപയ്ക്കുള്ള സമ്മാനമായി റെഡിയായി നിൽക്കുകയാണ്. ചോദ്യങ്ങളും റെഡിയാണ്. പച്ചക്കുതിര അടുത്ത ചോദ്യവുമായി തയ്യാറായി നിൽക്കുന്നു. ഉത്തരം പറയാനായി ഉമാമഹേശ്വരനും ലക്ഷ്മിയും തയ്യാറാണ്. ചോദിക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി. പക്ഷെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എവിടെ നിന്നും എന്റെ ഒരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. ഇതിനുത്തരം കൃത്യമായി പറയാൻ സാധിക്കണേ എന്ന് എപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന വരും. ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സന്തോഷം തോന്നുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിനും കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ 8000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട 4ാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര 4ാമത്തെ ചോദ്യം. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ 5, ബി 3, സി 1, ഡി 2. യുവർ ടൈം സ്റ്റാർട്ട്സ്. നല്ലതുപോലെ ആലോചിക്കണം. പട്ടികവർഗക്കായി സംവരണം ചെയ്തിട്ടുള്ളത് എത്ര സീറ്റാണ്? സർ, ഓപ്ഷൻ സി 1. ഓപ്ഷൻ സി 1 എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ സി 1 ഉറപ്പാണ്. മാഡം, ആ മണ്ഡലത്തിൽ നിന്ന് ഒരു പട്ടികവർഗ മണ്ഡലത്തിനാണ് ജയലക്ഷ്മി, പി കെ ജയലക്ഷ്മി മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു മണ്ഡലം എന്നുള്ള പട്ടികജാതിക്കാർക്ക് 13ഉം പട്ടികവർഗക്കാർക്ക് 1 ആണെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ നമുക്ക് പച്ചക്കുതിരോട് ചോദിക്കാം. എന്താണ് 13 എന്നുള്ളത് ഇവിടെ ഓപ്ഷനിൽ വന്നിട്ടില്ല. അത് പട്ടികജാതിക്കാർക്കാണെന്നും കൂടെ ഒരു ഓർമ്മയുണ്ട്. പട്ടികവർഗക്കാർക്കായി ഒരു മണ്ഡലമാണ് സംവരണം ചെയ്തിട്ടുള്ളതെന്നാണ് വിശ്വാസം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? സി 1. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ വടക്കേ വയനാട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം മാത്രമാണ് പട്ടികവർഗക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നും UDF-നെ പ്രതിനിധീകരിച്ച് വിജയിച്ചു വന്ന പി കെ ജയലക്ഷ്മി മന്ത്രി ശ്രീമതി പി കെ ജയലക്ഷ്മിയാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. അപ്പോ ശരിയായ ഉത്തരമാണ് പറഞ്ഞത് സി 1. അങ്ങനെ 8000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കഴിഞ്ഞു. ഇനി കൂടെ വന്ന ആളുകളെക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ? അച്ഛനാണ് ഗോപാലകൃഷ്ണൻ നായർ. സാർ നമസ്കാരം. വളരെ സന്തോഷം. ഉമാമഹേശ്വരൻ പറഞ്ഞു അങ്ങാണ് ചാരിറ്റി ചെയ്യണമെന്നൊക്കെ മകനെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞു. അത്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഏതായാലും വന്നതിന് വളരെ സന്തോഷം. മറ്റേതാരാണ്? ലക്ഷ്മിയുടെ അമ്മയാണ്. അമ്മ നമസ്കാരം. അഭിലാഷ് കുഞ്ഞമ്മയുടെ മകനാണ്. അഭിലാഷ് എന്ത് ചെയ്യുന്നു? അഭിലാഷ് കോട്ടക് മഹീന്ദ്രത്തിന് എന്റെ കൂടെ വർക്ക് ചെയ്യാണ്. ഓക്കെ. മോളെ കൊണ്ടുവന്നിട്ടുണ്ട്. ദിയ മഹേശ്വരൻ. ദിയ മഹേശ്വരനെ കൂടെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. സാറിനെ കാണുമ്പോൾ സിക്ക് മാമൻ എന്നാണ് വിളിക്കുക. സിക്ക് മാമനാണ്. ഓക്കെ. ശരിയാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ സിക്കാവാറുണ്ട്. ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. സിദ്ദിഖ് പറയാൻ ദ സാറിന് അറിയാച്ചിട്ടാണ് സിക്ക്. അത്ര അറിയില്ല, ദ അറിയാൻ. ഓക്കെ. മോളെ നമുക്കൊന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങൾ മോളുടെ കൂടെ, ദിയ മോളുടെ കൂടെ സാന്നിധ്യത്തിലായിക്കോട്ടെ. ഓക്കെ. 8000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിച്ചു കഴിഞ്ഞു. ഇനി 16000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. 16000 രൂപയ്ക്കുള്ള സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത ഒരാളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. എങ്കിലും അവൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ. ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്ത ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, അടുത്ത ചോദ്യം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചുണ്ടിന് ചുണ്ട്. ആരുടേതാണ്
ഈ നിയമസംഹിത? റീപ്ലേസ്മെന്റ് വേണം. ആരാണ്? ഉമാമഹേശ്വരനാണോ റീപ്ലേസ് ചെയ്യുന്നത്? ലക്ഷ്മി റീപ്ലേസ് ചെയ്ത് അഭിലാഷ്. ലക്ഷ്മിക്ക് പകരം അഭിലാഷാണ് വരാൻ പോകുന്നത്. ലക്ഷ്മി സീറ്റിലേക്ക് ഇരുന്നോളൂ. അഭിലാഷ്, വെൽക്കം. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ചുണ്ടിന് ചുണ്ട്. ആരുടേതാണ് ഈ നിയമസംഹിത? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ ഷിഹാങ്തി, ബി ഹമ്മുറാബി, സി ഡൂംഹി, ഡി നെപ്പോളിയൻ. ഇതിൽ ആരുടേതാണ് ഈ തത്വസംഹിത? യുവർ ടൈം ബിഗിൻസ് നൗ. സർ, ഓപ്ഷൻ ബി ഹമ്മുറാബി. ഓപ്ഷൻ ബി ഹമ്മുറാബി കൺഫേം ചെയ്യാമോ? കൺഫേം ചെയ്യാം. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ബി ഹമ്മുറാബി. വളരെ കോൺഫിഡന്റ് ആയിരുന്നല്ലോ. അതെ, അഭിലാഷിന് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഓക്കെ, അഭിലാഷ് വായിച്ചിട്ടുണ്ടാവും അല്ലേ? ലോകത്തിന് ആദ്യമായി ഒരു നിയമസംഹിത നൽകിയ ആളാണ് ഹമ്മുറാബി. An eye for an eye, tooth for tooth and a lip for a lip എന്നുള്ള പ്രശസ്തമായ ഇംഗ്ലീഷ് വാചകമാണ് അല്ലെ? അത് ഹമ്മുറാബിയുടേതാണെന്നാണ് അഭിലാഷ് പറയുന്നത്. നമുക്ക് പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ബാബിലോണിയൻ ചക്രവർത്തിയായിരുന്ന ഹമ്മുറാബിയാണ് ആദ്യമായി ഒരു നിയമസംഹിത ഉണ്ടാക്കിയത് അല്ലെ? പിന്നീട് മെസൊപ്പൊട്ടേമിയയും ഒക്കെ അദ്ദേഹം പിടിച്ചടക്കിയിരുന്നു. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു നിയമസംഹിത കൊണ്ടുവന്നത്. കണ്ണിന് കണ്ണ്, ചുണ്ടിന് ചുണ്ട്, പല്ലിന് പല്ല്. എന്തൊരു നിയമസംഹിതയാണെന്ന് ആലോചിച്ച് നോക്കണം അല്ലേ? ഇത്തരം ചക്രവർത്തിമാരൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവാതിരുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന് വേണം കരുതാൻ. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. 32,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ആറാമത്തെ ചോദ്യം. ഇതൊരു ഹോപ്പ് ഹേർഡിലുണ്ട്. കിട്ടിയാൽ ഇരട്ടി, പൊട്ടിയാൽ പാതി. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഓക്കെ, അപ്പോ ആറാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, ആറാമത്തെ ചോദ്യം. ജരാവ എവിടുത്തെ ആദിവാസി വിഭാഗമാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ്. എ ലക്ഷദ്വീപ്, ബി ആൻഡമാൻ, സി ഭൂട്ടാൻ, ഡി മാലി ദ്വീപുകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സർ, ഓപ്ഷൻ ബി ആൻഡമാൻ. ഓപ്ഷൻ ബി ആൻഡമാൻ. പച്ചക്കുതിര, ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ബി ആൻഡമാൻ. എനിക്ക് ഉമാമഹേശ്വരൻ ഉത്തരങ്ങൾ പറയുന്നത് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. ചിലര് ഉത്തരം പറയുന്നത് എ ലക്ഷദ്വീപ്. അപ്പൊ നമ്മൾ ചോദിക്കും, എ ലക്ഷദ്വീപാണോ? കൺഫേം ചെയ്യാമോ? ബി ആൻഡമാൻ. അത് കൺഫേം ചെയ്തിട്ട് സി ഭൂട്ടാൻ. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ, ഞാൻ കയറി ഞാൻ കൺഫേം ചെയ്യും. പക്ഷേ ഉമാമഹേശ്വരന്റെ ഉത്തരം എന്ന് പറയുന്നത് പച്ചക്കുതിര ശരിയായ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ ആൻസർ ചെയ്യുന്നത് പോലെയാണ് ഉമാമഹേശ്വരൻ പറഞ്ഞത്. ബി ആൻഡമാൻ. ആ ഒരു ഗുണവും എനിക്ക് എന്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്. കാരണം അച്ഛന് ആദ്യം ഒരു കടയുണ്ടായിരുന്നു. അപ്പൊ ചായക്കടയായിരുന്നു ചെറുപ്പകാലത്തില്. അപ്പം ആൾക്കാർ ദോശ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ 4 ദോശ എന്ന് പറയുമ്പോൾ അച്ഛന് പെട്ടെന്ന് പറയണം 4 രൂപ. ഒരു ഓംലെറ്റും കൂടെ വരുവാണെങ്കിൽ ആ റേറ്റ് വീണ്ടും മാറും. അപ്പൊ അതെന്നെ അത്രയ്ക്ക് ഇതായിട്ട് അതുകൊണ്ട് കാൽക്കുലേഷൻ കണക്കിലും ഞാൻ ആ കണക്ക് എന്നെ ചെറുപ്രായത്തിലെ അച്ഛൻ ആ മേശയിലിരുത്തി പഠിപ്പിച്ചതുകൊണ്ട് കണക്കും എനിക്ക് വളരെ ഇഷ്ടമാണ്. അച്ഛനാണ് എന്നെ അതിലും ഗുരു എന്റെ. അത് ശരി. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് പറയാനുള്ള ഒരു അങ്ങനെ ഒരു ക്വാളിറ്റി ഞാൻ വിശ്വസിക്കുന്ന ഒരു ക്വാളിറ്റിയാണെന്നാണ് അതുണ്ടാക്കി തന്നെ എന്റെ അച്ഛൻ തന്നെയാണ്. അതെ അല്ലേ? പെട്ടെന്ന് ഉത്തരം പറയുന്നൊരു കണക്ക് ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. പലരോടും ഞാൻ ചോദിച്ചിട്ട് തെറ്റി ഉത്തരം പറയാറുള്ള ഒരു കണക്കാണ്. ഉമാമഹേശ്വരൻ ശരിയായ ഉത്തരം പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. സിമ്പിൾ അരിത്തമാറ്റിക് ആണ്. 1040 1040 എത്ര? 2080. 2080 10. 2090. 2090 10. 2100. വെരി ഗുഡ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും വായിൽ 3000 എന്നുള്ള ഉത്തരം വന്നിരുന്നതിനും ഉമാമഹേശ്വരന്റെ ചുണ്ടും 3000ത്തിലേക്ക് വന്നു. 2100 എന്ന് പറയുന്നതിന് മുമ്പ് 2090 10 എത്രയാണ്? 3000 എന്ന് ഒരു ഉത്തരം പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ 2100 എന്ന് പറഞ്ഞ ഉമാമഹേശ്വരന് എന്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പോ 32,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ആറാമത്തെ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതിന് ആൻഡമാൻ എന്നാണ് ഉത്തരം പറഞ്ഞത്. ശരിയായ ഉത്തരമാണോന്ന് പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ബി ആൻഡമാൻ ശരിയായ ഉത്തരം. പത്രത്തിൽ വന്നിട്ടുണ്ട്, ജരാവ വംശത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഭീഷണി നേടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടൂറിസ്റ്റിനെ അങ്ങോട്ട് കയറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് അടുത്ത കാലത്ത് മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ.
അപ്പോൾ ദുബായ് ഗോൾഡ് സൂക്ക് സമ്മാനമായി നൽകിയ 32,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ഇനി 64,000 രൂപയ്ക്കുള്ള സമ്മാനങ്ങളുമായി ദുബായ് ഗോൾഡ് സൂക്ക് റെഡിയായി നിൽക്കുകയാണ്. ചോദ്യമായി ഞാനും ചോദിക്കട്ടെ. പച്ചക്കുതിര, 7ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ അഗസ്ത്യകൂടം, ബി ആനമല, സി പൂരവിമല, ഡി നീലഗിരി കുന്നുകൾ. യുവർ ടൈം ബിഗിൻസ്. സർ, ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ വീണ്ടും വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു സംശയം പോലും ചോദിക്കുന്നില്ല, കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അല്ലെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും വേർതിരിക്കുന്നത് നീലഗിരി കുന്നുകളാണ്, ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണെന്നാണ് അഭിലാഷം പറയുന്നത്. ഇത് ഉമാമഹേശ്വരനേക്കാളും അഭിലാഷനാണെന്ന് തോന്നുന്നു. കോൺഫിഡൻസ് അഭിലാഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പച്ചക്കുതിരയോട് ചോദിക്കാം ശരിയായ ഉത്തരം ഏതാണെന്ന്. ആ ഉത്തരം ചോദിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു വിശ്രമം വേണമെന്നാണ് പച്ചക്കുതിര ആവശ്യപ്പെടുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചോദിക്കാം. ശരിയായ ഉത്തരമാണ്. പച്ചക്കുതിരയുടെ നിന്ന് മറുപടി കേൾക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ഉറപ്പാണ് അല്ലേ? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ് എന്നാണ് അഭിലാഷ് പറയുന്നത്. അതുതന്നെയാണ് ഉമാമഹേശ്വരന്റെയും വിശ്വാസം. എങ്കിലും പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരമാണ്. സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ പശ്ചിമഘട്ടത്തിലാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പഴയ കന്യാകുമാരിയിലൂടെ തമിഴ്നാടിനോട് ചേർന്ന് കാസർഗോഡ് വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത അതിർത്തിയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളാണ്. അങ്ങനെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോ എത്ര രൂപ സമ്മാനമായി ലഭിച്ചു എന്നറിയാമോ? 64,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. 64,000-ൽ നിന്നും 1,28,000-ലേക്ക് കുതിക്കുന്ന 8ാമത്തെ ചോദ്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. പച്ചക്കുതിര, 8ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലളിതാംബിക അന്തർജനത്തിന്റേതല്ലാത്ത കൃതി ഏത്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ അഗ്നിപുഷ്പങ്ങൾ, ബി സീത മുതൽ സത്യവതി വരെ, സി അഗ്നിസാക്ഷി, ഡി ചന്ദനമരങ്ങൾ. യുവർ ടൈം ബിഗിൻസ്.